ഈ അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ ഏറെ വാർത്താ പ്രാധാന്യം നേടിയൊരു വിഷയമായിരുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ്. സംഭവം കുറച്ച് വിവാദമൊക്കെ ആയെങ്കിലും അതിനുവേണ്ടി അവരെടുത്ത എഫേർട്സ് വളരെ വലുതാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ സ്വന്തം പേര് എഴുതി ചേർക്കപ്പെടുക എന്നത് നിസ്സാരമായ കാര്യമല്ല. വർഷങ്ങളുടെ പരിശ്രമവും കഠിനാധ്വാനവും അതിലുപരി നല്ല കഴിവുമൊക്കെ വേണം. മനുഷ്യരുടെയും പ്രകൃതിയുടെയും പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ടാലൻറ്റുകൾ ഒക്കെ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു റെഫറൻസ് ബുക്കാണ്, അതല്ലെങ്കിൽ വേൾഡ് റെക്കോർഡുകൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു റെഫറൻസ് ബുക്കാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇതൊരു പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എങ്ങനെയാണ് ഇത്തരം ഒരു ബുക്ക് കണ്ടുപിടിക്കപ്പെടുന്നത്, അതിന് പിന്നിലുണ്ടായിരുന്ന പ്രചോദനം എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 1951 നവംബർ 10 അയർലൻഡിലെ ഗിന്നസ് ബ്രൂവറിയുടെ അന്നത്തെ MD ആയിരുന്ന സർ ഹ്യൂഗ് ബീവർ കൂട്ടുകാരുമൊത്ത് ഒരു ഷൂട്ടിംഗ് പാർട്ടിക്ക് പോയി. ഷൂട്ടിങ്ങിനിടയിൽ അദ്ദേഹത്തിന് ഒരു ഗെയിം ബേർഡായിരുന്ന ഗോൾഡൻ പ്ലൂവറിനെ നഷ്ടമായി. അതിനെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അന്ന് വൈകുന്നേരമായപ്പോഴേക്കും അത് അവരുടെ കൂട്ടുകാരുടെ ഇടയിൽ വളരെ വലിയൊരു ചർച്ചാ വിഷയമാവുകയും വൈകാതെ അതൊരു സംവാദത്തിലേക്ക് മാറുകയും ചെയ്തു. യൂറോപ്പിലെ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന ഗെയിം ബേർഡ് ഏതെന്നായിരുന്നു തർക്കവിഷയം. എന്നാൽ അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ അവിടെ ആർക്കും സാധിച്ചില്ല. ഏറെ അന്വേഷണങ്ങൾക്കൊടുവിൽ അദ്ദേഹം കണ്ടെത്തി ഇത്തരം റെക്കോർഡുകൾ എഴുതി വച്ചിരിക്കുന്ന ഒരു റെഫറൻസ് ബുക്ക് നിലവിലില്ല എന്നുള്ളത്. ഇത്തരം സംശയങ്ങളും തർക്കങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം എന്നും അദ്ദേഹം ഊഹിച്ചു. ഈ ആലോചനയിൽ നിന്നും ഉണ്ടായി വന്ന ഒരു ഐഡിയ ആയിരുന്നു സ്വന്തമായി ഒരു റെഫറൻസ് ബുക്ക് ഉണ്ടാക്കുക എന്നത്. അങ്ങനെ അദ്ദേഹം ഒരു സുഹൃത്ത് വഴി ലണ്ടനിൽ ഫാക്ട് ചെക്കിംഗ് ഏജൻസി നടത്തിയിരുന്ന ഇരട്ട സഹോദരങ്ങളായിരുന്ന നോറിസ് ആൻഡ് റോസ് മക്വേർട്ടിനെ പരിചയപ്പെട്ടു. അവരുടെ പങ്കാളിത്തത്തോടുകൂടി 1954 ഓഗസ്റ്റിൽ അവർ ശേഖരിച്ച എല്ലാ വിവരങ്ങളും കൂടി ചേർത്ത് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന ഒരു ബുക്ക് അവർ പ്രസിദ്ധീകരിച്ചു. ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കുന്നതിനായിട്ട് ഗിന്നസ് ബ്രാൻഡിൻ്റെ പ്രൊമോഷൻ എന്ന രീതിയിൽ ഒരു പരീക്ഷണാർത്ഥം 1000 കോപ്പികൾ അയർലൻഡിലെയും ബ്രിട്ടനിലെയും പബ്ബുകളിലും ബാറുകളിലും ഫ്രീ ആയിട്ട് വിതരണം ചെയ്തു. ഇത് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ വളരെ വലിയ രീതിയിൽ പോപ്പുലറായി. വൈകാതെ ലണ്ടനിൽ അവർ ഒരു ഓഫീസ് സ്ഥാപിച്ചതിന് ശേഷം 1955 ഓഗസ്റ്റ് 27 198 പേജുള്ള ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ആദ്യത്തെ എഡിഷൻ പുറത്തിറങ്ങി. ക്രിസ്മസ് ആയപ്പോഴേക്കും അത് ബ്രിട്ടനിലെ ബെസ്റ്റ് സെല്ലർ ബുക്കായി മാറി. അടുത്ത വർഷം അവർ അത് US-ൽ 70,000 കോപ്പികൾ വിറ്റഴിച്ചു. അങ്ങനെ ക്രമേണ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോപ്പുലർ ആയിട്ടുള്ള വേൾഡ് റെക്കോർഡ്സ് റെഫറൻസ് ബുക്കായി മാറി. 1999 ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് എന്ന ഇപ്പോഴത്തെ പേര് നിലവിൽ വന്നത്. 2025 70-ാം വർഷം പിന്നിടുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഇപ്പോൾ ജിം പാറ്റിസൺ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലാണ്. 70 എഡിഷൻസ് പിന്നിടുമ്പോൾ 100 രാജ്യങ്ങളിലായി 40-ലധികം ഭാഷകളിൽ 150 മില്യണിൽ പരം കോപ്പികൾ വിറ്റഴിക്കാൻ കഴിഞ്ഞ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് എന്ന ഈ റെഫറൻസ് ബുക്ക് തീർച്ചയായും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.